നമസ്തേ, ഗുഡ് ഈവനിംഗ്. നോക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. സ്വാഗതം ടോപ്പ് 7 at 7ലേക്ക്. സംഘടിത കൊള്ളയിൽ ഉന്നതരെ രക്ഷിക്കാൻ ആസൂത്രിത നീക്കമോ? ഉദ്യോഗസ്ഥർ ചേർന്ന് ദേവസ്വം ബോർഡിനെ പറ്റിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ വ്യാജ ശുപാർശ ബോർഡിന് നൽകിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ബോർഡിലെ ഉന്നതരൊന്നും അറിഞ്ഞില്ലെന്നാണോ അന്വേഷണ സംഘം പറഞ്ഞു വരുന്നത്? നോക്കാം, വിശദമായ വിലയിരുത്തൽ ഗോകുൽ രമേശ് നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായിട്ട് ഉന്നതരെ സംരക്ഷിക്കുന്ന ചില നിലപാടുകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് മേൽ അത്തരത്തിലൊരു ആരോപണം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അധികൃതരായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളെ ഈ അന്വേഷണ പരിധിയിലേക്ക് അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പോലും ഇതുവരെ എത്തിക്കുവാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലെ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ആ വേളയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ ചില പരാമർശങ്ങൾ, പ്രത്യേകിച്ച് സുധീഷ് കുമാറിൻ്റെ പങ്കുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ക്രമക്കേടുകൾ നടന്നിട്ടുള്ളതിൻ്റെ ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് കൃത്യമായിട്ട് പങ്കുണ്ട്. ദേവസ്വം ബോർഡ് ഇവിടെ കുറ്റക്കാരല്ല, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥർ എന്നുള്ള ഒരു കാര്യമാണ് കോടതിയിൽ ബോധ്യപ്പെടുത്താനായിട്ട് ഇന്ന് അന്വേഷണ സംഘം ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ കാര്യം സുവ്യക്തമാണ്. അതായത് ഒരു ക്രമക്കേട് നടക്കുകയാണെങ്കിൽ, ശബരിമല കേന്ദ്രീകരിച്ചിട്ട് നടക്കുകയാണെങ്കിൽ, അത് ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ അറിയാതെ താഴേക്കിടയിലുള്ള ജീവനക്കാർക്ക് ഇത്തരത്തിൽ യാതൊരു ക്രമക്കേടും നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ SITക്ക് മാത്രം ആ കാര്യം ഇതുവരെ എന്തുകൊണ്ട് ബോധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. SIT മാത്രം എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ ഇത്രത്തോളം വ്യക്തമായിട്ടും അവരിലേക്ക് അന്വേഷണം ഇതുവരെയും എത്തിക്കാതെ ഈ ചില ഉദ്യോഗസ്ഥരിൽ മാത്രം അന്വേഷണം വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ചോദിക്കേണ്ടത് അന്വേഷണ സംഘത്തോട്. എന്തായാലും സുധീഷ് കുമാറിനെ ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ ദിവസം ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല അന്വേഷണ സംഘം. തിങ്കളാഴ്ച ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ കട്ടളപ്പാളി സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ച അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. അങ്ങനെയാണെങ്കിൽ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളും വരുന്ന ദിവസങ്ങളിലുണ്ടാകും. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന അന്വേഷണ പരിധിക്കുള്ള സമയം അത് ഏറെക്കുറെ പൂർത്തിയാകാറായിരിക്കുകയാണ്. വരുന്ന ബാക്കി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏതു വിധത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിലേക്കുള്ള വിർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. പ്രതിദിനം 70,000 പേർക്കാണ് വിർച്വൽ ക്യൂ പാസ് അനുവദിക്കുക. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്താം. ഈ മാസം 16-നാണ് മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറക്കുക. വണ്ടിപ്പെരിയാർ, സത്രം, എരുമേലി, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടാകും. ഇനി വളരെ സന്തോഷമുള്ളൊരു വാർത്തയിലേക്കാണ്. രാജ്യത്തിനൊരു നിസ്തലമായ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷ നേതാവുണ്ട്. പ്രിയപ്പെട്ട രാഹുൽ, കണ്ണു തുറന്ന് കണ്ടോളൂ, കാതു തുറന്ന് നിങ്ങളിത് കേൾക്കണം. നിരക്കുകൾ പരിഷ്കരിച്ചതിന് പിന്നാലെ GSTയിൽ കുതിച്ചു കയറുകയാണ് നമ്മുടെ ഭാരതം. ഒക്ടോബറിൽ മാത്രം 4.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര വിപണിയിലും വൻ ഉണർവ് രേഖപ്പെടുത്തി. ഈ വാർത്തയുടെ വിവരങ്ങൾ ഐസൺ ജോസ് നൽകും. ഐസൺ, ലോകം മുഴുവൻ ഇങ്ങനെ അസൂയയോടെ നമ്മുടെ ഭാരതത്തെ ഉറ്റുനോക്കുകയാണ്. ഈ പണക്കുതിപ്പിന് ഇന്ധനം നൽകിയ എന്തൊക്കെ ഘടകങ്ങളാണ്? അശ്വതി, പ്രധാനമായും ഈ പണക്കുതിപ്പിന് ഇന്ധനം നൽകിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന പ്രധാന പരിഷ്കരണം എന്ന് പറയുന്നത് GST പരിഷ്കരണം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, സെപ്റ്റംബർ 22-ാം തീയതി മുതലാണ് പരിഷ്കരിച്ച നിരക്കുകൾ നിലവിൽ വന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്ലാബുകൾ, അതായത് 5, 12, 18 അതുപോലെ തന്നെ 28 എന്നീ നിരക്കുകളിലുള്ള ശതമാന നിരക്കുകളിലുള്ള സ്ലാബുകളായിരുന്നു. ഈ സ്ലാബുകളിൽ ഈ സെപ്റ്റംബർ 22 മുതൽ 2 സ്ലാബുകളിലേക്ക് അത് മാറി. അത് 5ഉം 18ഉം മാത്രമായി 12ഉം 28ഉം മാറ്റിവെക്കുകയും അല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2 നിരക്ക് മാത്രം
മാത്രമുള്ള ഒരു നികുതി സംവിധാനമായി നമ്മുടെ GST മാറുകയും ചെയ്തത്. സ്വാഭാവികമായും ഈ 5% എന്നുള്ളത് വലിയ തോതിൽ ഈ 12% ഉൾപ്പെട്ടിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ 5%ലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ തന്നെ മാത്രം വിലയിൽ 7%-ഓളം കുറവ്, അതായത് ഈ തുകയുടെ, അതായത് എന്താണോ അടിസ്ഥാന വിലയുടെ 12% മുഴുവൻ 7%-ഓളം കുറഞ്ഞ് 5%-ലേക്കായി. സ്വാഭാവികമായും ആ വിലയുടെ വ്യതിയാനം അവിടെ കണ്ടു. അതുപോലെ തന്നെ മറ്റ് 28-ലേത് 18-ലേക്ക് വന്നതും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിച്ചു. ഈ 12%-ലുണ്ടായിരുന്ന കൺസ്യൂമബിൾസായ സാധനങ്ങൾ, അതായത് ഈ സോപ്പും അത്തരത്തിലുള്ള വ്യക്തിപരമായ ഉപയോഗങ്ങൾക്കുള്ള വസ്തുക്കളെല്ലാം തന്നെ അതിലാണ് ഉൾപ്പെട്ടിരുന്നത്. അവയുടെ എല്ലാം തന്നെ നികുതി വൻതോതിൽ കുറയുകയും സ്വാഭാവികമായും അത് 5%-ലെത്തുകയും ചെയ്തതോടെ വൻതോതിലുള്ള, അതായത് എല്ലാ ഉൽപ്പന്നങ്ങളും കൺസ്യൂമർ ഡ്യൂറബിൾസിനെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വില കുറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും സെപ്റ്റംബർ 22 മുതൽ 31 വരെ വൻതോതിൽ കച്ചവടം നടക്കുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 4.6% വളർച്ച ഈ കാലയളവിൽ മാത്രം വിവരങ്ങൾ നൽകിയത്. GST വരുമാനത്തിൽ ഭാരതം ഇങ്ങനെ കുതിച്ചു കയറുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ധാരാവിയിലെ ചേരി ഒഴിപ്പിച്ച ജഗന്നാഥനെ നമ്മൾ മലയാളികൾക്കറിയാം. എന്നാൽ ഒരു രാത്രി കൊണ്ട് കേരളത്തെ എങ്ങനെയാണ് പിണറായി സർക്കാർ അതിദാരിദ്ര്യമുക്തമാക്കിയത്? നമുക്ക് ചുറ്റും ഭക്ഷണമോ അന്തിയുറങ്ങാൻ ഒരു കൂരയോ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവർക്ക് കിട്ടേണ്ട കേന്ദ്ര സഹായം കൂടി വെട്ടിയാണ് പിണറായി സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം. ഗാനമേളയും തിരുവാതിരക്കളിയുമായി ഈ പ്രഖ്യാപനവും സർക്കാർ ഗംഭീരമാക്കി. ശാലിനി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ശാലിനി, നോക്കൂ, നമുക്കറിയാം കേരളത്തിൽ 1 ലക്ഷത്തോളം ആദിവാസികളുണ്ട്. സ്വന്തമായ ഒരു കൂരയില്ല, ഭക്ഷണമില്ല, അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, എന്തിനു പറയുന്നു ശൗചാലയം പോലുമില്ല. പിന്നെ എന്ത് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പിണറായി സർക്കാർ ഒരു സ്വയം പ്രഖ്യാപനം അതിദരിദ്ര കേരളം എന്ന് പ്രഖ്യാപിച്ചത്? അശ്വതി, തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണ്. ഇനി 4 മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി വിജ്ഞാപനം വരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. ഇതിനിടയിലാണ് ഒരുപക്ഷെ ലോകത്തെ തന്നെ രാജ്യത്തെ രണ്ടാമത്തെ തന്നെ പ്രഖ്യാപനമായി തലസ്ഥാന ജില്ലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യമുക്ത കേരളമായി കേരളത്തിൽ ഇത്തരത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. അതിൽ ധൂർത്ത് അപ്പാടെ തുടരുന്നു എന്നുള്ളതാണ് എനിക്ക് പിന്നിൽ കാണുന്ന വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. അതായത് ഇന്ന് രാവിലെ നിയമസഭാ സമ്മേളനം കൂടി. നിയമസമ്മേളന വേദിയിൽ നവംബർ 1 ഇന്ന് കേരളപ്പിറവി ദിവസമാണ്. കേരളപ്പിറവി ദിവസത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. പ്രത്യേകിച്ച് പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, സഭ ബഹിഷ്കരിക്കുന്നു. ആ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കിപ്പുറമാണ് ആർഭാടമായൊരു വലിയ വേദിയിൽ ആർഭാടത്തോടുകൂടി അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാനമേളയും ഡാൻസും തിരുവാതിരയും ഒക്കെയായുള്ളൊരു വേദിയിൽ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിന് വേണ്ടി വകമാറ്റിയതും സാധാരണക്കാരുടെ പണമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ഏകദേശം 53 കോടി രൂപയാണ് ഈ സാധാരണ ജനങ്ങൾക്ക്, അതിദാരിദ്ര്യരായി ജീവിക്കുന്നവർക്ക് ഷെൽട്ടർ അടക്കം നിർമ്മിക്കാനായി പണം വകയിരുത്തിയത് ബജറ്റിൽ. അതിൽ 53 കോടി രൂപയിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിനായിട്ടുള്ള വേദി ഒരുക്കിയത്, അതിനു വേണ്ടിയിട്ടുള്ള സംഘാടനം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ എല്ലാ കാര്യത്തിലും ധൂർത്ത് തുടരുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ആ സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയധികം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇറങ്ങാമെന്നുള്ളൊരു രീതിയിലുള്ള ആലോചനയാണ് ഇടത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പല ജില്ലകളിൽ നിന്ന് ഇന്ന് കേരളപ്പിറവി ദിവസമായി ഇതേ ദിവസം തന്നെ പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് നല്ലൊരു ഷെൽട്ടർ ഇല്ലാത്ത, ശൗചാലയമില്ലാത്ത, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ താമസിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കാശില്ലാത്ത അല്ലെങ്കിൽ അതിന് സാഹചര്യമില്ലാത്ത, ആധാറോ ID പ്രൂഫോ ഇല്ലാത്ത ആളുകൾ പോലും കേരളത്തിലുണ്ട് എന്നുള്ളതിന് നേർസാക്ഷ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ജനം TV അടക്കം പുറത്തുവിടുകയും ചെയ്തതാണ്. ജനം TV മാത്രമല്ല, ഒട്ടുമിക്ക മലയാള ദൃശ്യമാധ്യമങ്ങൾ എന്നത് പുറത്തുവിട്ടതാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ കൊട്ടിയാഘോഷിച്ചുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. പ്രിയപ്പെട്ട കേരളമേ, ഇത് കാണുക. പിണറായി സർക്കാരിന്റെ അതിദരിദ്രരില്ല എന്ന പ്രഖ്യാപനം വെറും പച്ചക്കള്ളം. ഭക്ഷണവും അന്തിയുറങ്ങാൻ ഒരു കൂരയും ഇല്ലാതെ നിരവധി പേരാണ് നമുക്ക് ചുറ്റും. കോർപ്പറേഷൻ പരിധിയിലും ഇല്ലായ്മകളുടെ തിരക്ക് തീരാക്കഥ ബാക്കിയാണ്. ടാർപോളിൻ കെട്ടിയ കുടിലുകളിലെ നരക ജീവിതത്തിന്റെ കാഴ്ചകളും അനവധി. ഇങ്ങനൊരു കുടുംബമുണ്ട് ഇടുക്കി വണ്ടിപ്പെരിയാർ ഡൈമുക്കിൽ. റിപ്പോർട്ട് കാണും.
LDF ഭരിക്കുന്ന വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിൽ താമസിക്കുന്ന നെൽസനും സെൽവിയുമാണിത്. ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ അതിദരിദ്രരുടെ പട്ടികയിൽ ഇവരില്ല. പക്ഷേ അതിദാരിദ്ര്യത്തിന്റെ കാഴ്ചകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. നാല് കമ്പുകൾ നാട്ടി അതിനു ചുറ്റും പടുതാ വലിച്ചു കെട്ടിയുണ്ടാക്കിയ ചെറിയ കുടിൽ. അരയ്ക്ക് താഴേക്ക് തളർന്ന സെൽവിയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള നെൽസനും ഭക്ഷണം പാകം ചെയ്യുന്നതും അന്തിയുറങ്ങുന്നതും ഈ കുടിലാണ്. ശൗചാലയ സൗകര്യവും വൈദ്യുതിയും ഇവർക്കില്ല. വെള്ളത്തിന് മുമ്പ് താണ വീണ അങ്ങനെ കിടന്നിട്ട് മാട്ടുകുട്ടികളെ അപ്പം കമ്പനി പണി ചെയ്ത ഞാൻ അപ്പൊ 10 വർഷമായില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഒന്നും പറ്റിയില്ല. ആഗ്രഹം എന്താണ്? നല്ല വീട്ടിലോട്ട് മാറണമെന്നൊരു ആഗ്രഹമുണ്ടോ? എന്നുണ്ട്. അതുപോലും സാധ്യമാകുന്നില്ല. പ്രായാധിക്യവും രോഗവും നെൽസനെ ആകെ തളർത്തിയിരിക്കുന്നു. അരയ്ക്ക് താഴേക്ക് തളർന്ന ഭാര്യ സെൽവിയെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാനും നെൽസനാകുന്നില്ല. സർക്കാർ ആനുകൂല്യങ്ങൾക്കായി ഓഫീസുകൾ കയറിയിറങ്ങിയതിന്റെ ഗുണവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് ഒരു ആനുകൂല്യം വന്നിട്ടില്ല, ഒരു പെൻഷനും ഇല്ല. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് എത്ര കൊല്ലമായില്ലേ, നിങ്ങളൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ. അപ്പം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആണ് ഇങ്ങനെ 10,000 രൂപ വണ്ടി വിളിച്ചോണം കൊണ്ടുപോയി അവിടെ ഒരു ദിവസം തങ്ങണം. മുമ്പ് കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് നെൽസൺ പറയുന്നത്. നാട്ടുകാരുടെ സഹായത്തിലാണ് ഇന്ന് ഈ കുടുംബം ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നെൽസൺ ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതം അതിദാരിദ്ര്യത്തിലാണ്. പക്ഷേ സർക്കാരിന്റെയോ ത്രിതല പഞ്ചായത്തുകളുടെയോ ലിസ്റ്റിലൊന്നും ഇവരുടെ പേരുമില്ല. ചിലപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവർക്ക് സമ്പന്നതയുടെയായി തോന്നിയിട്ടുണ്ടാവാം. സുബിൻ തോമസ്, ജനം, ഇടുക്കി. വീണ്ടും RSSനെതിരെ വാളെടുത്ത ഖാർഗെയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാവുകയാണ്. സംഘത്തെ നിരോധിക്കണമെന്ന AICC അധ്യക്ഷന്റെ പ്രസ്താവനയ്ക്ക് തിരുത്തുമായി രംഗത്തെത്തിയത് കാർത്തി ചിദംബരമാണ്. നിരോധനം അപ്രായോഗികമെന്നാണ് മുൻ കേന്ദ്രമന്ത്രി ചിദംബരത്തിന്റെ മകന്റെ അഭിപ്രായം. സമാജത്തിന്റെ സ്വന്തമാണ് സംഘമെന്ന് RSSും പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ അപമാനിച്ച് കോൺഗ്രസിന് ഇനിയും മതിയായിട്ടില്ല. ഭാരതത്തിന്റെ അഭിമാനമായ സൈന്യത്തെ വിമർശിച്ച് ഇന്ന് രംഗത്തെത്തിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. സൈന്യം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. ഈ അവഹേളനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. పక్కన బండి సంజయ్, రెండో పక్కన కిషన్ రెడ్డి కేంద్ర మంత్రులు అయినరు. బుడ్డ పైసైనా తెచ్చిండ్రా వీళ్ళని నేను అడుగుతున్నా. ఎన్నడన్నా కేంద్ర మంత్రిగా కిషన్ రెడ్డి మన గల్లీకి వచ్చిండా? మన సమస్యలు అడిగిండా? మనం ఎట్లున్నారో చూసిండా? ఇవాళ ఉప ఎన్నికలు రాగానే ఇవాళ మా అభ్యర్థిని గెలిపించండి, కార్పెట్ బాంబింగ్ చేస్తారంట. సిగ్గుండాలనయా? పాకిస్తాన్ వాడు ముడ్డి మీద అంతే ఆడ పోయి బాంబులు అయ్యావు కానీ జూబ్లీ హిల్స్ వచ్చి బీజేపీ వాళ్ళు కార్పెట్ బాంబింగ్ చేస్తారంట. మీ బాబు జాగీరా బీజేపీ వాళ్ళది ఇది. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന സമാപനത്തിലേക്ക്. നാളെ ലക്ഷദീപാർച്ചനയോടെ മഹായജ്ഞം പര്യവസാനിക്കും. കോടിയർച്ചന സമാപന ദിവസങ്ങളിലേക്ക് കടന്നതോടെ ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജന പ്രവാഹമാണ്. ക്ഷേത്രത്തിൽ നിന്ന് S നന്ദഗോപൻ തത്സമയം ചേരുന്നുണ്ട്. നന്ദഗോപൻ, എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഇക്കഴിഞ്ഞ 6-നാണ് ഈ മഹായജ്ഞം ആരംഭിച്ചത്. അത് കുരുക്ഷേത്ര ഭൂമിയിൽ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഭീഷ്മകുണ്ടിൽ നിന്നും ജ്യോതി എത്തിച്ചാണ് വിഷ്ണു സഹസ്രനാമ യജ്ഞ പാരായണം, ഈ മഹായജ്ഞം കോടിയർച്ചന ആരംഭിച്ചത്. 2-ാം തീയതി, അതായത് നാളെ ലക്ഷദീപാർച്ചനയോടെയാണ് ഈ മഹായജ്ഞം സമാപിക്കുക. വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾക്ക് പുറമെ ഈ മഹായജ്ഞത്തെ പറ്റി കേട്ടും കണ്ടു പറഞ്ഞൊക്കെ തന്നെ വിവിധ ദേശക്കാരായിട്ടുള്ള മറ്റ് ഇതര
ഭാഷകളിൽ നിന്നുമുള്ള ആൾക്കാരും ഭക്തജനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട അവസാന ചടങ്ങ് നടക്കുന്നത്. ലക്ഷദീപാർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട നാളത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. ദിവസവും 4 ലക്ഷം ഒരു വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തിരുന്നു. നാളെ ഇതിന്റെ സമാപനമാണ്. ശേഷം നാളെ വൈകുന്നേരം ലക്ഷദീപാർച്ചനയോടുകൂടി ഈ മഹായജ്ഞം സമാപിക്കുകയാണ്. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി പ്രതിയായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ തുടങ്ങി. 65 ലക്ഷം രൂപയോളം വരവിൽ കവിഞ്ഞ് സമ്പാദിച്ചതാണ് കേസ്. കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരായ ടോമിൻ ജെ തച്ചങ്കരി മാധ്യമങ്ങൾക്ക് മുഖം തരാതെ കോടതിക്ക് പിറകിലൂടെ ഓടിപ്പോവുകയായിരുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി 1.5 ദശാബ്ദത്തിലധികം വ്യവഹാരം നീണ്ട കേസിലാണ് ഇപ്പോൾ വിചാരണ തുടങ്ങിയത്. സർവീസ് കാലയളവിൽ 138% വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയെന്നതാണ് കേസ്. 65 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വത്ത് തച്ചങ്കരി സമ്പാദിച്ചെന്നും ഇത് വരവിൽ കവിഞ്ഞതാണെന്നുമാണ് കേസ്. കോട്ടയം വിജിലൻസ് കോടതിയിൽ തുടർച്ചയായ 28 ദിവസത്തെ വിചാരണയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 128 സാക്ഷികളാണുള്ളത്. 145 രേഖകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇന്ന് മുതൽ ഡിസംബർ 3-ാം തീയതി വരെയാണ് വിചാരണ. കണ്ടിന്യൂസ് വിചാരണയാണ്. ഇന്ന് 2 സാക്ഷികളെ വിസ്തരിച്ചു. 3 സാക്ഷികൾക്ക് അവധിയായിരുന്നു. കാരണം അവരുടെ ദേഹാസ്വാസ്ഥ്യം മൂലം അവർക്ക് കോടതിയിൽ നിന്ന് ഹാജരാകാനായിട്ട് സാധിച്ചില്ല. തുടർച്ചയായ വിചാരണകൾ തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. ഇന്നത്തെ വിചാരണയിൽ ഏതാനും പ്രമാണങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള വിചാരണകൾ നടക്കുമ്പോഴേ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് സാധിക്കും. 128 സാക്ഷികളും 145 പ്രമാണങ്ങളുമാണ് കോടതിയിൽ അവർ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. തച്ചങ്കരിയുടെ ആവശ്യപ്രകാരം കേസിൽ പുനരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് നേരത്തെ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചിരുന്നുവെങ്കിലും ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. കോടതിക്കോ അന്വേഷണ ഉദ്യോഗസ്ഥനോ മാത്രമേ പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ അധികാരമുള്ളൂവെന്ന് കാട്ടിയാണ് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. ഇതിന് പിന്നാലെയാണ് വിചാരണ ആരംഭിച്ചത്. കോടതിയിൽ ഹാജരായ മുൻ DGP മാധ്യമങ്ങളിൽ മുഖം നൽകാതിരിക്കാൻ കോടതിക്ക് പുറകിലൂടെ ഓടിപ്പോയി. ജനം, കോട്ടയം. ഇനി ഒരു വൈറൽ കാഴ്ചയിലേക്കാണ്. ജനങ്ങളെ വിരട്ടുന്നവരല്ല, ജനസേവനം ഉറപ്പാക്കുന്നവരാണ് യഥാർത്ഥ പോലീസ് എന്ന് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണിത്. കസ്തൂരി മരണങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ചയാണ് UP-യിൽ നിന്ന് വരുന്നത്. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ്പ് 7 at 7 ഇവിടെ പൂർണ്ണമാകുന്നു. അല്പസമയത്തിനുള്ളിൽ ജനം പ്രൈം ഡിബേറ്റുമായി അനിൽ നമ്പ്യാർ ചേരും. നമസ്തേ. തിരക്കേറിയ ട്രെയിനിൽ കയറാൻ ദിവ്യാംഗനായ ഒരാളെ സഹായിക്കുന്ന അശ്വിനി കുമാർ എന്ന ഓഫീസറുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുന്നത്. ട്രെയിൻ കിട്ടുന്നതിനായി വളരെ പ്രയാസപ്പെട്ട് റെയിൽവേ സ്റ്റേഷന്റെ പടികൾ ഇറങ്ങുന്ന ദിവ്യാംഗനാണ് അശ്വിനി കുമാർ സഹായഹസ്തം നീട്ടിയത്. ഏതു ട്രെയിനിലാണ് കയറേണ്ടതെന്ന് ചോദിച്ചറിഞ്ഞ ഓഫീസർ യുവാവിനെ തോളിലേറ്റി പടികൾ ഇറങ്ങുന്നു. യുവാവിന് പോകേണ്ട ട്രെയിനിൽ അദ്ദേഹത്തെ വളരെ സുരക്ഷിതമായി കയറ്റിയ ശേഷം ടിക്കറ്റ് ഉൾപ്പെടെ അശ്വിനി കുമാർ പരിശോധിച്ചു. യുവാവിന് യാത്രാക്ലേശം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അശ്വിനി മടങ്ങിയത്. സഹായിക്കാൻ പണമല്ല വേണ്ടത്, കരുതലുള്ള ഒരു ഹൃദയം മാത്രം മതി, നിങ്ങൾക്കതുണ്ട് എന്ന അടിക്കുറിപ്പോടെ വൈറലാവുകയാണ് ഇപ്പോൾ വീഡിയോ. ഒരു കാലത്ത് കുപ്രസിദ്ധമായിരുന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ മനുഷ്യത്വപരമായ പുതിയ പെരുമാറ്റ ശൈലി നവമാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.